എല്ലാവർക്കും നമസ്കാരം. ട്രാവലിംഗ് ടെക്കിയുടെ മറ്റൊരു ട്രാവൽ സീരീസിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത് ചെന്നൈ എഗ്മോർ റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് കയറി ഞാൻ നേരെ ചെന്നൈ എഗ്മോറിലെത്തി. ഇവിടെ ഒരു ഹോട്ടലിൽ കയറി ഫ്രഷായി. നമ്മൾ ഇന്ന് ഈ ഒരു ട്രാവൽ സീരീസിൽ പോകാൻ പോകുന്നത് 2 സ്ഥലങ്ങളാണ്. ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ട് യൂഷ്വലി ആൾക്കാർ പോകുന്ന കാഞ്ചീപുരം ആൻഡ് മഹാബലിപുരം. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലെ കാഴ്ചകളാണ് ഈ ഒരു ട്രാവൽ സീരീസിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ നേരെ എഗ്മോറിൽ നിന്ന് മെട്രോ പിടിച്ചിട്ട് കോയമ്പേട് ബസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. അവിടെ നിന്ന് നേരെ കാഞ്ചീപുരം. അപ്പോൾ ഈ കാണുന്നതാണ് എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് നമുക്ക് എഗ്മോറിൻ്റെ മെട്രോ സ്റ്റേഷനൊക്കെ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഇറങ്ങിയിട്ട് നേരെ എഗ്മോർ മെട്രോയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെന്നൈയാണ്, നല്ല ചൂടുണ്ട്. രാവിലെ സൺസ്ക്രീമൊക്കെ വാരി പൊത്തിയിട്ട് ഞാനൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നേരെ എഗ്മോർ മെട്രോയിൽ കയറിയിട്ട് പുരച്ചിത്തലവി ജയലളിത അങ്ങനൊരു മെട്രോ സ്റ്റേഷനുണ്ട്. അതിനടുത്താണ് ആക്ച്വലി ഒരു കോയമ്പേട് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് അവിടെ നിന്നാണ് നമുക്ക് കാഞ്ചീപുരത്തേക്കുള്ള ബസ് പിടിക്കേണ്ടത്. അപ്പോൾ ഇതേ എഗ്മോർ റെയിൽവേ സ്റ്റേഷൻ കണ്ടല്ലോ, കുറേ ട്രെയിനും കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ മെട്രോയിലേക്ക് പോട്ടെ. അപ്പോൾ ഇതേ ചെന്നൈ മെട്രോയുടെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. ഞാൻ അകത്തോട്ട് കയറുവാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റ് കയറി താഴെ ഇറങ്ങിയിട്ട് ഞാൻ നേരെ ട്രെയിനിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ മെട്രോ ടിക്കറ്റൊക്കെ എടുത്ത് സ്കാനൊക്കെ ചെയ്തിട്ട് ഞാൻ താഴെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്തേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് CMVT മെട്രോയിലേക്കാണ് ആക്ച്വലി നമുക്ക് പോകേണ്ടത്. അവിടെയാണ് കോയമ്പേട് ബസ് സ്റ്റാൻഡ് വരുന്നത്, സെൻട്രൽ ബസ് സ്റ്റാൻഡ്. അപ്പോൾ അതേ 2 പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പം കറൻറ്റ് നിൽക്കുന്നത് എഗ്മോറാണ്. അവിടെ നിന്ന് 1, 2, 3, 4, 5, 6, 7, 8, 9ാമത്തെ സ്റ്റേഷനുണ്ട്. കോയമ്പേട് കഴിഞ്ഞിട്ടുള്ള CMVT എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ഇറങ്ങേണ്ടത്. ഞാൻ നിൽക്കുന്നു യോ ആൻഡ് ചെന്നൈ മെട്രോയിൽ നിന്നുള്ളൊരു കാഴ്ച. അപ്പോൾ ഞാൻ CMVT മെട്രോയിൽ വന്നിറങ്ങിയിട്ടുണ്ട്. ഇത് ആക്ച്വലി നമ്മുടെ ജയലളിതയുടെ പേരിലുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. അപ്പോൾ കോയമ്പേട് വരുന്നവർ കോയമ്പേട് ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു CMVT മെട്രോ സ്റ്റേഷനിൽ വേണം ഇറങ്ങാനായിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ CMVT ബസ് സ്റ്റാൻഡിലേക്ക്. അവിടെ നിന്ന് നമുക്ക് ഇൻ്റർസ്റ്റേറ്റ് കണക്റ്റഡ് ആയിട്ട് ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ അത് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പുറത്തോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നടന്നിട്ട് വേണം നമുക്ക് ആക്ച്വലി ബസ് സ്റ്റോപ്പിലേക്ക് പോകേണ്ടത്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ മെട്രോയിൽ ഇറങ്ങുമ്പോഴത്തേക്കൂടെ കോയമ്പേട് മാർക്കറ്റിലോട്ട് പോകണോ ബസ് ടെർമിനലിലോട്ട് പോകണോ എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണും. അപ്പോൾ ഞാൻ നേരെ ബസ് ടെർമിനലിൻ്റെ അങ്ങോട്ടുള്ള എക്സിറ്റ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ മെട്രോ ഇറങ്ങി വരുമ്പം തന്നെ നമുക്കിവിടെ ബസ് സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടംപോലെ ബസ്സുകൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇനിയിപ്പോൾ കാഞ്ചീപുരം പോകണ ബസ് കണ്ടുപിടിക്കണം, എന്നിട്ട് അതിനകത്ത് കയറണം കേട്ടോ. അപ്പോൾ ഇതാണ് CMVT ബസ് സ്റ്റാൻഡ്. ചെന്നൈയിലെ കോയമ്പേടുള്ള ബസ് സ്റ്റാൻഡുണ്ടോ, ഭയങ്കര വലിയ ബസ് സ്റ്റാൻഡാണ്, മൂട്ടം ബസ് സ്റ്റാൻഡാണ്. പല സൈഡിലോട്ടുള്ള ബസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും കേട്ടോ. ഇപ്പോൾ നമുക്ക് ദൂരെ എഴുതി വെച്ചൊക്കെ കാണാം, പുരച്ചിത്തലൈവർ ഡോക്ടർ MGR ബസ് ടെർമിനൽസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നിന്ന് ഇപ്പം കാഞ്ചീപുരം പോണ ബസ് എങ്ങോട്ടാണെന്ന് ഞാൻ കണ്ടുപിടിക്കട്ടെ. അപ്പോൾ ഞാൻ ബസ്സിൽ കയറിയിട്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ബസ്, ലോക്കൽ തമിഴ്നാട് ട്രാൻസ്പോർട്ടിൻ്റെ ബസ്സാണ്. ഏകദേശം 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ കാഞ്ചീപുരം എത്തും. ഓൾമോസ്റ്റ് ലൈക്ക് 60 കിലോമീറ്റർ സംതിങ് ആണുള്ളത് കേട്ടോ, ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരത്തിലേക്ക്. കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് കാഞ്ചീപുരത്തോട്ട് ഡയറക്റ്റ് ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ബൈപ്പാസ് റൈഡറാണ് ആക്ച്വലി. അപ്പം വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകും. യോ അങ്ങനെ നമ്മൾ കാഞ്ചീപുരത്ത് വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബസ് നമ്മൾ ആക്ച്വലി ഇവിടുത്തെ ടെമ്പിളിൻ്റെ മുമ്പിൽ തന്നെ ഇറങ്ങിയിട്ടേ. അപ്പോൾ നമ്മളിവിടെ ആദ്യം പോകാൻ പോകുന്നത് ശ്രീ കാഞ്ചി ആദി കാമാക്ഷി ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടെമ്പിളാണ്. ഇത് ഇവിടുത്തെ 1 ഓഫ് ദ ഫേമസ് ടെമ്പിളാണ് കേട്ടോ, തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തുള്ള. അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ മുമ്പിലായിട്ട് ആ ഒരു കാമാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ ഗോപുരവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇതേ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ സൈഡിലോട്ട് വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചെരുപ്പുകളൊക്കെ ഇടുന്ന സ്ഥലം. അപ്പോൾ ഇതാണ് ആ ടെമ്പിള്. അങ്ങോട്ട് പോകുവാണ് കേട്ടോ. അപ്പം നമ്മൾ നടന്നതിൻ്റെ നോർത്ത് ഗോപുരത്തിലാണ് അവിടെ വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈസ്റ്റ് ഗോപുരം വഴിയായിരിക്കും എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇവിടെ എല്ലാം പൂട്ടിയിട്ടേക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കേട്ടോ.
ഓക്കെ, അപ്പോൾ നമ്മൾ നടന്നിട്ട് അതിൻ്റെ മെയിൻ ഗോപുരത്തിൻ്റെ എൻട്രൻസിൽ വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മെയിൻ ഗോപുരം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞാലാണ് കാഞ്ചി കാമാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്നത്. ഇവിടെ കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഞ്ഞു കുഞ്ഞ് ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ജ്യൂസ് കാര്യങ്ങൾ, വള, കമ്മൽ, മാല, ഇതേ കണ്ടില്ലേ. അപ്പോൾ എന്നാൽ നമുക്ക് അകത്ത് കയറിയിട്ട് വരാം. അപ്പോൾ അതേ നമ്മൾ പുറത്ത് ബാഗൊക്കെ വെച്ചിട്ട് അകത്തോട്ട് കയറുവാണ്. ബാഗ് വെച്ചില്ല, ചെരുപ്പ് മാത്രം വെച്ചു കേട്ടോ. എന്നിട്ട് അകത്തോട്ട് കയറുക. അപ്പോൾ ഈ ഒരു കാഞ്ചി കാമാക്ഷി ടെമ്പിൾ എന്ന് പറയപ്പെടുന്നത് കാഞ്ചീപുരം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു 1000 ടെമ്പിൾ സിറ്റി എന്നൊക്കെയാണ് ഈ ഒരു കാഞ്ചീപുരം അറിയപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് ഈ ഒരു കാഞ്ചി കാമാക്ഷി അമ്മൻ ടെമ്പിൾ ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 5ാമത്തെയോ 6ാമത്തെയോ നൂറ്റാണ്ടിൽ പല്ലവ രാജാക്കന്മാരുടെ അന്നത്തെ ക്യാപിറ്റലായിരുന്നു കാഞ്ചീപുരം. ആ സമയത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു ടെമ്പിളാണ് കേട്ടോ. അതിനുശേഷം പിന്നീട് റിനോവേഷനും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു കാഞ്ചി കാമാക്ഷി അമ്മൻ ടെമ്പിളിൻ്റെ. ഒരുപാട് ആൾക്കാർ, തമിഴ്നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നൊരു ടെമ്പിൾ കൂടിയാണ് കേട്ടോ. ആക്ച്വലി കൊള്ളാം, നല്ല രസമുണ്ട്. ആക്ച്വലി കാമാക്ഷി എന്ന് പറയപ്പെടുന്ന ഒരു ദേവതയ്ക്ക്, ആ ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളൊരു ടെമ്പിളാണ് ഈ ഒരു കാമാക്ഷി അമ്മൻ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ചെറിയൊരു മണ്ഡപങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് പുതുതായിട്ട് കൺസ്ട്രക്ട് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട്. ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഇതേ കണ്ടില്ലേ. ഈ ഒരു ടെമ്പിളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചെറിയ ഫൗണ്ടനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വൃത്തിയാക്കാനൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ. ഈ ഒരു അമ്പലത്തിന് ചുറ്റുമുള്ള കൽമണ്ഡപങ്ങളും ചെറിയൊരു വലിയ മതിലും കാര്യങ്ങളൊക്കെ കാണാം. അവിടെ ഇഷ്ടംപോലെ ചെടികളും കാര്യങ്ങളൊക്കെ വെച്ച് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ 4 മെയിൻ ഗോപുരങ്ങളാണ് ഇതിനുള്ളത്. ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്തായിട്ട്. ഈസ്റ്റ് ഗോപുരത്തിലൂടെയാണ് നമുക്ക് ആക്ച്വലി എൻട്രൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ വലിയൊരു മണ്ഡപവും അതിന് ചുറ്റമ്പലവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഇതൊരു ഗോപുരമാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. നല്ല രീതിയിൽ കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൊരു ഗോപുരമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു കുളവും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അതിൻ്റെ ആ ഒരു മെയിൻ ഗോപുരം നമുക്ക് ഗോൾഡൻ ആ ഒരു സംഭവത്തിലാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ വേറെ കുറേ ചെറിയ ദേവതകളും ഉപദേവതകളുടെയൊക്കെ സ്ഥാനങ്ങളും മറ്റുമൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ഞാനിങ്ങനെ അമ്പലത്തിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫോട്ടോയൊക്കെ എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഇതേ കണ്ടില്ലേ. അപ്പം നമ്മൾ കാഞ്ചീപുരം കാമാക്ഷി അമ്മൻ ടെമ്പിളിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നമ്മുടെ അടുത്ത ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ആക്ച്വലി ഒരു 5 മിനിറ്റ് നടക്കാവുന്ന ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പതുക്കെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലുണ്ട്, നല്ല വെയിൽ മാത്രമല്ല കോട്ട വെയിലുണ്ട്. അപ്പോൾ അതേ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷനിൽ വന്നിട്ടുണ്ട്. ഏകംബരന്തർ ടെമ്പിൾ എന്നറിയപ്പെടുന്ന കാഞ്ചീപുരത്തിലെ 12ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ശിവ ടെമ്പിളാണ് കേട്ടോ. വലിയൊരു ഗോപുരവും മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു അമ്പലമാണ്. പക്ഷേ ആ ഗോപുരം ഇപ്പം റിനോവേഷന് വേണ്ടിയിട്ട് ഫുള്ള് സംഭവങ്ങളൊക്കെ കെട്ടി മറച്ച് വെച്ചേക്കുകയാണ് കേട്ടോ. വലിയൊരു ശിവ ടെമ്പിളാണ്. അപ്പോൾ എന്താ നമുക്ക് അങ്ങോട്ട് പോകാം. ടെമ്പിളിലത്തെ ഫ്രണ്ടിലത്തെ ഗോപുരം നോക്കിക്കേ, വലിയൊരു ഗോപുരമാണ് കേട്ടോ. പക്ഷേ പെയിൻറ്റ് വർക്കിങ്ങിനോ ബാക്കി മെയിൻ്റനൻസിനോ വേണ്ടിയിട്ട് കണ്ടൊക്കെ അതൊരു ഫുള്ള് മറച്ച് കമ്പം കാര്യമൊക്കെ കെട്ടി വെച്ചേക്കുകയാണ്. പക്ഷേ അതെല്ലാം എന്നുണ്ടെങ്കിൽ നല്ല രസമായിരുന്നു കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ ചുറ്റിനും കുറേ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനിയിപ്പം പതുക്കെ അമ്പലത്തിനകത്തോട്ട് കയറണം, എന്നിട്ട് ഇതൊക്കെ ഒന്ന് കാണണം കേട്ടോ. ഫ്രണ്ട് ഗോപുരത്തിന് മുമ്പിൽ നിന്നുള്ള കാഴ്ച നോക്കിക്കേ, വലിയൊരു ഗോപുരമാണ് കേട്ടോ. അമ്മേ, അതിൻ്റെ വലിയൊരു ഡോറും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. കറൻ്റ് ഇത് ഫുള്ള് മെയിൻ്റനൻസിന് വേണ്ടി അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് സൈഡിലുള്ള ഏതെങ്കിലും ഗേറ്റ് വഴിയായിരിക്കും അകത്തോട്ട് കയറേണ്ടത്. അപ്പോൾ ഞാൻ എന്തായാലും അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ നടന്നിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ടെമ്പിളിനകത്ത് വന്നു. അകത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു മെയിൻ ഗോപുരം കാണാൻ നോക്കേ. അയ്യോ, നല്ല വെയിലുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്, വെയിലും ഉണ്ട്. വണ്ടികളൊക്കെ കൊണ്ട് അകത്ത് കയറി നമുക്ക് പാർക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പുറത്ത് വണ്ടിയൊക്കെ ഇട്ടിട്ട് ചെരുപ്പൊക്കെ പുറത്തിട്ടതിന് ശേഷം നമുക്ക് അകത്തേക്ക് കയറി വരാം കേട്ടോ. ഇതേ കണ്ടില്ലേ. പിന്നെ ഞാൻ പതുക്കെ അകത്തോട്ട് കയറട്ടെ. അപ്പോൾ ഇവിടെ ഒരു അമ്പലക്കുളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് ചുറ്റും വല്ല കൽമണ്ഡപങ്ങളും അവിടെ ഇരിക്കാനൊക്കെയുള്ള സ്ഥലങ്ങളും ഒക്കെ നമുക്ക് ഇതേ കാണാനായിട്ട് പറ്റും. ഇതൊരു ശിവ ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ അതിനകത്തു നിന്നുള്ള കാഴ്ചകൾ ഇതേ ഇങ്ങനെയാണ്. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പഴയ ഒരു ടെമ്പിളാണ് കേട്ടോ. കണ്ട പിന്നെ കൊടിമരവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. അപ്പം നമ്മൾ ഈ ഒരു ഏകാന്തേശ്വർ ടെമ്പിളിൽ നിന്ന് നമ്മളിപ്പോൾ കൈലാസേന്ദ്രമോ അങ്ങനെ പറഞ്ഞൊരു ടെമ്പിളിലേക്ക് പോകുന്നത്. അത് വയ്ക്കുന്നൊരു ശിവ ടെമ്പിളാണ്. അതൊരു പഴയൊരു ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാഞ്ചീപുരത്തിലെ ടെമ്പിൾ വിസിറ്റും കാര്യങ്ങളൊക്കെ കഴിയും. അത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ബസ് പിടിച്ചിട്ട് നേരെ ചെന്നൈക്ക് പോകുമല്ലോ. അപ്പോൾ ചെന്നൈയിൽ നിന്ന് കാഞ്ചീപുരത്തേക്ക് കണ്ടിന്യൂസ് ബസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് നേരെ കാഞ്ചീപുരം വരാനായിട്ട് പറ്റും. ഇവിടെ നിന്ന് കുറേയധികം ടെമ്പിളുണ്ട്. എങ്കിലും ഫേമസ് ആയിട്ടുള്ളത് ഈ ഒരു 3 ടെമ്പിളാണ് കേട്ടോ.
ആ ഒരു 3 ടെമ്പിളാണ് ഞാൻ ആക്ച്വലി കവർ ചെയ്തത്. അങ്ങനെ നമ്മൾ നമ്മുടെ 3ാമത്തെ ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ആക്ച്വലി നടന്നു പോകുന്ന ദൂരേ ഉള്ളൂ. പിന്നെ ഈ ഒരു വെയിലുള്ളത് കൊണ്ടാണ് ഞാൻ ആക്ച്വലി അവിടെ നിന്ന് എന്താ ചെയ്യുക, ഒരു ഓട്ടോ പിടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ഓട്ടോ റേറ്റ് പിന്നെ അറിയാലോ, ഭയങ്കര കത്തിയാണ് കേട്ടോ. 10 റേറ്റാണ്. ഊബറൊക്കെ കൺഫേമായി കിട്ടിയാലും അവരതിൽ അഡീഷണൽ പൈസയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നെങ്കിലേ വരത്തുള്ളൂ. വിളിച്ചിട്ട് ബാക്കി കുറച്ചുകൂടെ തരണമെന്നൊക്കെ പറയും. അങ്ങനെ പൊതുവേ കുറച്ച് കത്തി റേറ്റാണ് തമിഴ്നാട്ടിലെ ഓട്ടോറിക്ഷകളിൽ എനിക്ക് കൂടുതലും പറ്റിയിട്ടുള്ളത് കേട്ടോ. അതെ, ഞാനങ്ങനെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. ഈ തന്നെ ഓട്ടോ തന്നെ 1.5 കിലോമീറ്റർ കണ്ടേ ഉള്ളൂ. ആക്ച്വലി അതിന് 100 രൂപ ആദ്യം പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് 70 രൂപ ആക്കിയിട്ടാണ് ചേട്ടൻ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിതേ കൈലാസന്തർ ടെമ്പിളിൽ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളൊരു ടെമ്പിളാണ് കേട്ടോ. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജിൽ ഉള്ളൊരു ടെമ്പിളാണ് ഈ ഒരു കൈലാസന്തർ ടെമ്പിൾ എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അറിയാം ഇതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ പഴയ ഒരു അമ്പലത്തിൻ്റെതാണ്. അപ്പം ഇവിടെ അതിൻ്റെ എന്താ പറയുക ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 1958 ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ ഇത് പ്രകാരം അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടെമ്പിളിൻ്റെ ബാക്കി ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ? അപ്പം ഇത് എന്താ പറയുക 1958 ആക്ച്വലി ഇത് ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിൽ വന്നിട്ട് ആ ഒരു എന്താ പറയുക പുരാവസ്തു വകുപ്പിൻ്റെ കീഴിൽ അവരിത് ആക്ച്വലി സെറ്റാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡ് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഫുള്ള് പഴയ ഒരു ടെമ്പിളിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും പതുക്കെ അകത്തോട്ട് കയറാം. ഇവിടെ നിന്നിട്ടുള്ള ഈ ഒരു ആർക്കിടെക്ചറൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. ഓക്കെ, ഇതൊരു ടെമ്പിളാണ് കേട്ടോ. ഇത് ആക്ച്വലി വന്ന് കാണേണ്ട ഒരു ടെമ്പിളെന്ന് ഞാൻ പറയും. എനിക്കൊന്ന് പഴയ ഏതൊരു ടെമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ തപ്പിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൈലാസനാഥർ ക്ഷേത്രത്തിലാണ്. തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവ ടെമ്പിളാണ് ആക്ച്വലി കൈലാസനാഥർ ക്ഷേത്രം. ഇത് അപ്പോൾ പല്ലവ രാജവംശത്തിലെ രാജസിംഹൻ 8ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിലാണ് ഈ ഒരു ക്ഷേത്രം പണി കഴിപ്പിച്ചതെന്ന് വിശ്വസിക്കുന്നു. സാൻഡ് സ്റ്റോൺ ആണ് ആക്ച്വലി. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കുറേ അധികം എന്താ പറയുക ഈ ഒരു അവിടെ ഇവിടെയൊക്കെ കുറച്ച് പോയ ആ ഒരു സംഭവം നമുക്ക് കാണാനുണ്ട്. ഇത് ആക്ച്വലി പാറയിലാണ് നിർമ്മിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് കണ്ടില്ല, ഈ ഒരു പുറത്തെ പാർട്ടൊന്നും ഇങ്ങനെ ഇളകി പോകാതെ നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു നിർമ്മിതികളൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സാൻഡ് സ്റ്റോണിലായിരുന്നു ഇത് നിർമ്മിച്ചിരുന്നത് എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് എന്തായാലും മനസ്സിലാക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ലൊരു ടെമ്പിളാണ്. എന്തായാലും എന്താ പറയുക മസ്റ്റായിട്ട് വന്ന് കാണേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് അടിപൊളി. ഇത് കണ്ടില്ലേ, ഈ ഒരു സൈഡിലൊക്കെ ആയിട്ട് നല്ല ഗോപുരങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് കൈലാസനാഥ ടെമ്പിൾ. ഇതൊരു മസ്റ്റ് വിസിറ്റ് ടെമ്പിളാണ്. ബാക്കി രണ്ടൊക്കെ നമ്മുടെ നോർമലായിട്ടുള്ള ടിപ്പിക്കൽ ഒരു തമിഴ്നാട് ടെമ്പിളിൻ്റെ ഫീൽ നമുക്ക് വരും. പക്ഷേ ഈ ഒരു കൈലാസനാഥ ടെമ്പിൾ ആ ഒരു പഴയ നൂറ്റാണ്ടിൻ്റെ ആ ഒരു കാഴ്ചകളും സംഭവങ്ങളൊക്കെ നമുക്ക് തരും കേട്ടോ. ആൻഡ് ഒബ്വിയസ്ലി ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് അതിൽ ഇടം പിടിച്ചൊരു ടെമ്പിൾ കൂടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പ്രത്യേകതയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ആ ഒരു ടെമ്പിളിൽ ഞാനങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട് ആക്ച്വലി. അപ്പോൾ ആ ഒരു വെയിലത്ത് ഇങ്ങനെ ടെമ്പിളിൽ അപ്പോൾ ഈ ടെമ്പിളിലെ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തറയിൽ ചവിട്ടാൻ പറ്റാത്ത ചൂടാണ്. തറ ഫുള്ളിങ്ങനെ പാറക്കല്ലിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സൈഡിലേക്ക് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. ചെറിയൊരു ടെമ്പിളാണ്, ശിവ ടെമ്പിളാണ് ആക്ച്വലി. അപ്പോൾ ഇങ്ങനെ കൈലാസനാഥൻ ടെമ്പിളിലൂടെ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തിരിച്ച് കാഞ്ചീപുരത്ത് നിന്ന് ഞാൻ ബസ് കയറിയിട്ട് ചെന്നൈ കോയമ്പത്തൂരിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കാഞ്ചീപുരമൊക്കെ പോയി കാഞ്ചീപുരത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിഞ്ഞ് ചെന്നൈയിൽ വന്ന് റൂമൊക്കെ എടുത്തു, ഫ്രഷായി, പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ചു. അടുത്ത ദിവസം രാവിലെ നമ്മൾ ചെന്നൈയിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് പോയിരിക്കേണ്ട മറ്റൊരു സ്ഥലമായിട്ടുള്ള മഹാബലിപുരത്തേക്കുള്ള യാത്രയിലാണ്. കോയമ്പേട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറിയിട്ട് ഞാൻ ഇങ്ങനെ മഹാബലിപുരത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ കൊണ്ട് ഞാൻ മഹാബലിപുരത്തെത്തും. അവിടുത്തെ കുറേയധികം കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഇനി കാണാനുള്ളത്. അപ്പോൾ എന്തായാലും മഹാബലിപുരത്തേക്കുള്ള ബസ് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ബസ് വന്നിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി കാണാം ഹാസ് അക്രഡിറ്റഡ് മാമല്ലപുരമാണ് ആക്ച്വലി മഹാബലിപുരം എന്നറിയപ്പെടുന്നത്. വേൾഡ് സ്റ്റോൺ കാർവിംഗ് സിറ്റി എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് പോകുന്നത് ഷോർട്ട് ടെമ്പിളാണ്. 2 കിലോമീറ്റർ ഉണ്ട്. മാമല്ലപുരം 1 കിലോമീറ്റർ, പുതുശ്ശേരി 98 കിലോമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റോണിൽ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്നൊരു 1.5 കിലോമീറ്റർ ഉണ്ട് ഷോർട്ട് ടെമ്പിളിൻ്റെ അടുത്തേക്ക്. അത് നമ്മൾ എന്തായാലും ഒരു ഓട്ടോറിക്ഷ പിടിച്ച് വേണം പോകാനായിട്ടുള്ളത്. നല്ല വെയിലുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ആ ഷോർട്ട് ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. നല്ലൊരു ബീച്ച് റിസോർട്ട് ഏരിയ ആണ് കേട്ടോ ഇത്. ഇഷ്ടം പോലെ ഫേമസ് റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മഹാബലിപുരത്ത്. ഒരുപാട് ഫോറിൻ ടൂറിസ്റ്റുകളൊക്കെ വരുന്ന ഏരിയ ആണ്. ഞാൻ ഓട്ടോറിക്ഷ പിടിച്ചിട്ട് ഷോർട്ട് ടെമ്പിളിൻ്റെ അടുത്തേക്ക് പോകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നടന്നിട്ട് ഷോർട്ട് ടെമ്പിളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. ഇവിടെ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഇഷ്ടം പോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസ്ക്രീം, കൂൾ ഡ്രിങ്ക്സ്, തണുത്തത് ഒക്കെ ആയിട്ട് വിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നടന്നു പോകാവുന്ന ദൂരമുള്ളൂ ഷോർട്ട് ടെമ്പിളിൻ്റെ അങ്ങോട്ട്. ഇവിടുന്ന് തിരിച്ച് നമുക്ക് ബസ് സ്റ്റാൻഡിലോട്ട് നടന്ന് പോകാൻ പറ്റും കേട്ടോ. പക്ഷേ നമ്മൾ വന്നിറങ്ങി ബസ് പുതുശ്ശേരിക്ക് പോകുന്ന ബസ്സായതുകൊണ്ട് അവർ മഹാബലിപുരം അകത്തേക്ക് കയറില്ല. ആ ഒരു ഈസിയാ റോഡ് വഴിയിട്ട് അങ്ങനെ പോകത്തേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഈ ഒരു ഷോർട്ട് ടെമ്പിളിലോട്ട് വരണമെങ്കിൽ ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ ഇവിടുന്ന് നമുക്ക് തിരിച്ച് ആ ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു പോകാവുന്ന ദൂരമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളിതേ ഷോർട്ട് ടെമ്പിളിൻ്റെ അടുത്തേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതൊരു യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിനാണ് അകത്തുള്ള സാധനം ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ളതാണ്. ടിക്കറ്റ് എടുക്കട്ടെ. അപ്പോൾ ഈ ഒരു ഷോർട്ട് ടെമ്പിളിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുക്കണം. അല്ലെങ്കിൽ ഇവിടെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ യൂഷ്വലി ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ആക്ച്വലി എന്താ പറയുക എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതുണ്ട്. 14 ആക്ച്വലി ഇവിടെയുള്ളത് കണ്ടില്ലേ. ഗ്രൂപ്പ് ഓഫ് മോൺമെൻറ്റ്സ് അറ്റ് മഹാബലിപുരം. ഗ്രീൻ ഹെറിറ്റേജ് മോൺമെൻറ്റ് ഓഫ് ഇന്ത്യയാണ് ഈ ഒരു മാമല്ലപുരം മഹാബലിപുരത്തെ സംഭവങ്ങൾ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എല്ലാ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 45 രൂപയാണ് കേട്ടോ എൻട്രി ഫീസ് ഉള്ളത്. 45 രൂപ. ഗ്രൂപ്പ് ഓഫ് മോൺമെൻറ്റ്സ് മാമല്ലപുരം മഹാബലിപുരം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇതിനൊരു ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് വേണം നമുക്ക് അകത്തേക്ക് കയറാനായിട്ടുള്ളത്. അകത്തോട്ട് കയറട്ടെ. ഈ ഒരു മാമല്ലപുരത്തെ ആ ഒരു ഗ്രൂപ്പ് ഓഫ് മോൺമെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. അർജുനാസ് പെന്നേഡ്, അതുപോലെ തന്നെ ഈ ഒരു ഷോർട്ട് ടെമ്പിള്, കുറേ അധികം ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇമേജ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം വരാഹ കേവ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരൊറ്റ ടിക്കറ്റ് കൊണ്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മളിപ്പം പോകുന്ന ഷോർട്ട് ടെമ്പിളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു സ്ട്രക്ചറൽ ടെമ്പിളാണ്. പല്ലവ രാജസിംഹ 7728 CE ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ശിവലിംഗ സോമക്ഷന്ത പാനൽ ഇൻ ബിറ്റ്വീൻ ദോസ് ടു ടെമ്പിൾസ്. ഓക്കെ, എനിവേ വായിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മളിത് ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒട്ടുമിക്ക ആർക്കിയോളജിക്കൽ ഈ ഒരു ഇതിൻ്റെയും കീഴിലുള്ള സംഭവങ്ങളെല്ലാം ഇതിനൊക്കെ നല്ല ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് ഇട്ടേക്കുന്ന സ്ഥലങ്ങളാണ്. അങ്ങ് ദൂരെ നമുക്ക് ആ ഒരു ഷോർട്ട് ടെമ്പിളിൻ്റെ മകുടവും കാര്യങ്ങളൊക്കെ കാണാം. ഞാനങ്ങനെ നടന്നു പോയിട്ടിരിക്കുന്നു. അപ്പോൾ ഈ മഹാബലിപുരം ബീച്ചിൻ്റെ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും കേട്ടോ. ഇവിടെയൊക്കെ എന്തൊക്കെ പഴയ കുറേ സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ ഒരു പഴയ കാലത്ത് നിർമ്മിച്ച് വെച്ചതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് മെയിൻറ്റെയിൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കി കഴിയുമ്പോൾ ആ ഒരു ഷോർട്ട് ടെമ്പിളിൻ്റെ നല്ലൊരു കാഴ്ച നമുക്ക് കാണാനായിട്ട് പറ്റും. ചുറ്റും നല്ല പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെയിലാണെന്നുണ്ടെങ്കിൽ ചൂട് കുറവുണ്ട് കേട്ടോ. ഈ കാറ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കുറച്ച് ചൂട് കുറവുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഷോർട്ട് ടെമ്പിളിൻ്റെ ഒരു വ്യൂ. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അതുപോലെ താഴെ മണ്ണിനടിയിലോട്ട് ചെറിയ കുളം കണക്ക് അങ്ങനെ എന്തോ ഒരു സംഭവവും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ആ ഒരു ഷോർട്ട് ടെമ്പിളിൻ്റെ നല്ലൊരു വ്യൂ കിട്ടും. അപ്പോൾ ഇവിടെ എല്ലാം കുറേ കല്ലിൽ നന്ദി കണക്കുള്ള കുറേ സംഭവങ്ങളൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട്. ഇതൊരു ശിവ ടെമ്പിളാണ് കേട്ടോ. അപ്പോൾ ആ ഒരു നന്ദിയാണ് ഇവിടെ ആക്ച്വലി കൂടുതലായിട്ട് കൊത്തി വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ ചെറിയൊരു കൽമണ്ഡപവും കുളം കണക്കുള്ള ഒരു സംഭവമൊക്കെ കാണാനായിട്ട് പറ്റും. ആൻഡ് ഷോർട്ട് ടെമ്പിളിൻ്റെ ആ ഒരു ഭംഗി കണ്ടില്ലേ, ആ ഒരു കൊത്തുപണിയും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ ഇതിനകത്ത് കാണാൻ പറ്റും. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ളത് കൊണ്ട് തന്നെ നോർത്തിൽ നിന്നൊക്കെ കുറേ അധികം ആൾക്കാർ വന്ന് കാണുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അകത്തോട്ട് കയറുകയാണ്. ചെരുപ്പിടുന്നതിൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കണ്ടില്ലേ, ഇതാണ് സംഭവം. അടിപൊളി. പിന്നെ ഇവിടെ ഏതോ VIP മറ്റോ കൂടെ വരുന്നുണ്ട്. ഇവിടെ കുറേ അധികം ചെറിയ മെയിൻ്റനൻസ് ഒക്കെ കാണുന്നുണ്ട്. ചേച്ചിമാരൊക്കെ തകർത്ത് തൂത്ത് വൃത്തിയാക്കുന്നുണ്ട്. ലൈറ്റുകളൊക്കെ ശരിയാക്കുന്നുണ്ട്.
എന്തൊക്കെ കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഇതാണ് ഇവിടെ നിന്നിട്ടുള്ള കാഴ്ച. കുറേ ഹിന്ദിയിലുള്ളതാണ്. നോർത്തിൽ നിന്നുള്ള കുറേ അധികം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ, ഗ്രൂപ്പ് ടൂറൊക്കെ ആയിട്ട് ആക്ച്വലി. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് ആക്ച്വലി കയറാനായിട്ട് പറ്റില്ല. അവർക്ക് നമുക്ക് എൻട്രിയും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കണ്ടില്ലേ, കറക്റ്റ് ആ പാറക്കല്ലിലുള്ള ആ ഒരു സ്ട്രക്ചർ നമുക്ക് കറക്റ്റിന് കാണാൻ പറ്റും കേട്ടോ. ഇങ്ങനെ പാറക്കകത്ത് ഉണ്ടാക്കിയിട്ട് പഴയ കുളിക്കുന്ന ബാത്ത് കണക്കുള്ള ഒരു സാധനം ഉള്ളല്ലോ. നമുക്ക് പാറക്കകത്ത് കൊത്തിയെടുത്തതാണ് കേട്ടോ. 2 പാറ ചേർത്ത് വെച്ചാൽ അത് പൊട്ടിയതാണോ അറിയാൻ വയ്യ. അപ്പം ഇവിടെ നിന്നിട്ടുള്ള ഷോർട്ട് ടെമ്പിളിൻ്റെ കാഴ്ച കണ്ടില്ലേ ഇങ്ങനെ. അപ്പോൾ ഇതിൽ കൂടെ എങ്ങനെ നടന്ന് പോകാൻ പറ്റും നമുക്ക് ആക്ച്വലി. എന്താ ഇതെല്ലാം വലിയ ഹെമണ്ടം പാറക്കല്ലുകൾ ഇങ്ങനെ സൈഡിൽ അടുക്കി വെച്ചിട്ടാണ് ഈ ഒരു സെറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിന് ചുറ്റുമായിട്ട് നന്ദിയുടെ പ്രതിമയുണ്ട് കേട്ടോ മൊത്തം. കണ്ടില്ലേ, അടിപൊളി. ഷോർട്ട് ടെമ്പിൾ കാഴ്ചകളൊക്കെ ഇത്രയൊക്കെയാണ് കേട്ടോ. ചെറിയൊരു ടെമ്പിളാണ്, പക്ഷേ ഇഷ്ടം പോലെ ആൾക്കാർ വരുന്നത്. അപ്പോൾ ഷോർട്ട് ടെമ്പിൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് എന്നിട്ട് കുറച്ച് നേരം നടന്നു വരുമ്പോഴത്തേക്ക് ഇവിടെ കുറച്ചധികം സ്കൾപ്ചേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു കൃഷ്ണോസ് റോളിംഗ് ബോൾ അങ്ങനെ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഈ ഒരു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മഹാബലിപുരം മോൺമെൻറ്റ്സിനകത്ത് വരുന്നൊരു സംഭവമാണ്. ഇത് ഇവിടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ സംഭവങ്ങളും കൂടി കണ്ടിട്ട് നമുക്ക് തിരിച്ച് ചെന്നൈക്ക് പോകണം. അപ്പോൾ ദേ അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വെയിലുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു ജിഗർദണ്ഡ കുടിച്ചു. മഹാബലിപുരത്തുണ്ട് കേട്ടോ. മധുരൈ ഫേമസ് അല്ല, പക്ഷേ ഫേമസ് ജിഗർദണ്ഡ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുള്ള ഒരു ജിഗർദണ്ഡ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇത് കാണാനായിട്ട് ഇങ്ങോട്ട് വന്നതാണ് കേട്ടോ. ഇതൊരു കൃഷ്ണമണ്ഡപമാണ്. കൃഷ്ണമണ്ഡപം, അർജുൻസ് പെനൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണാനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര മീനിങ് ഒക്കെ ഉള്ള സംഭവമാണ്. ഇതിൻ്റെ ടോപ്പിലോട്ടൊക്കെ കയറി പോകാനായിട്ടൊക്കെ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ഇതിനകത്തുള്ള ഒരു കൊത്തുപണിയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്ത സൈഡിലേക്ക് പോകാം. ഇവിടെ എല്ലാവരും പാറക്കല്ലിൽ കൊത്തി വെച്ചിട്ടുള്ള കുറേ അധികം ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. ഇത് കിള്ളും കേട്ടോ. അതായത് നോക്കിക്കേ, ആ ഒരു പാറയിൽ, ആ ഒരു ഒറ്റ പാറയിൽ കൊത്തി വെച്ചിരിക്കുന്ന സംഭവങ്ങൾ നോക്കിക്കേ, അടിപൊളി. അപ്പോൾ ഈ കാണുന്ന സാധനം അർജുനാസ് പെനൻസ് എന്ന് പറയുന്നൊരു സംഭവം. അത് എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചെടുത്തോ. അപ്പോൾ ആ കാണുന്നതാണ് ഈ ഒരു സാധനം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരൊറ്റക്കൽ പാറയിൽ കൊത്തിയെടുത്ത് വെച്ചിട്ടുള്ള കുറേ സ്തൂപങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ആ കാണുന്നത് കൃഷ്ണമണ്ഡപമാണ് കേട്ടോ. കൃഷ്ണമണ്ഡപം അതുപോലെ തന്നെ ഈ ഒറ്റക്കല്ലിൽ കൊത്തി വെച്ച ഈ ഒരു സാധനമാണ് അർജുനാസ് പെനൻസ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്തോ ഭയങ്കര സംഭവമാണ്. അപ്പോൾ കൂടുതൽ ഞാൻ ഡീറ്റെയിൽസ് അതിലോട്ട് വായിച്ച് കയറുന്നില്ല. അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ വേണമെങ്കിൽ ഇതേ കയറാം കേട്ടോ. ആൾക്കാരൊക്കെ ഇതേ കയറി ഇന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നടന്ന് കയറണം. എനിക്ക് തോന്നുന്നു ഈ ഒരു സൈഡിൽ കൂടെ അങ്ങോട്ട് കയറി പോകണം എന്നുള്ളതാണ് തോന്നുന്നു, ആ ഒരു പാറയുടെ സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കണ്ടില്ലേ, കുറേ ഷോപ്സ് ഇങ്ങനെ ഉണ്ട്, സെറ്റ്. അപ്പം മഹാബലിപുരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ തിരിച്ച് ചെന്നൈയിലേക്ക് പോവുകയാണ്. ചെന്നൈയിൽ ചെന്നിട്ട് ഇനി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് രാത്രിയിലത്തെ ട്രെയിനിൽ കയറിയിട്ട് നേരെ നാട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ ഞാൻ മഹാബലിപുരത്ത് നിന്ന് ബാക്ക് ടു ചെന്നൈ. ഇനിയിപ്പം ജസ്റ്റ് റൂമിൽ പോയി ഫ്രഷായി ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് വൈകുന്നേരത്തെ അനന്തപുരി എക്സ്പ്രസ്സിൽ നമ്മൾ നേരെ തിരിച്ച് നാട്ടിലേക്ക് പോകും. അപ്പോൾ എന്തായാലും ഈ ഒരു ട്രാവൽ സീരീസും ഈ ഒരു എപ്പിസോഡൊക്കെ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മൾ ജസ്റ്റ് ചെന്നൈയിൽ വന്നു, മഹാബലിപുരവും കാഞ്ചീപുരവും ഒക്കെ കവർ ചെയ്തു. അപ്പോൾ അടുത്തൊരു ട്രാവൽ സീരീസ് കൊണ്ട് കാണുമ്പോൾ ബൈ ഫ്രം ട്രാവലിംഗ്. താങ്ക് യു.